നമസ്കാരം. ഹരിയാനയിൽ ഒരു കുടുംബത്തിലെ 3 കുട്ടികളടക്കം 4 പേർ മരിച്ച നിലയിൽ. ഹരിയാനയിലെ പഞ്ച്കുലയിലാണ് 6 പേരെ കാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. നാട്ടുകാരാണ് സംഭവം ആദ്യം കാണുന്നത്. കാറിന്റെ പുറത്ത് നടപ്പാതയിൽ ഒരാൾ തളർന്നിരിക്കുന്നതും കണ്ടിരുന്നു. കൂടാതെ ഇയാൾ അല്പസമയത്തിനകം മരിക്കുമെന്നും പറയുന്നുണ്ടായിരുന്നു. നാട്ടുകാരാണ് ഈ ദുരൂഹ കാഴ്ച ആദ്യം കണ്ടത്. ഉടനെ തന്നെ ഇവർ 6 പേരെയും ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു. കാറിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തി. എന്നാൽ കുറിപ്പിന്റെ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. കടം കയറിയത് മൂലം ഒരുമിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. സാമ്പത്തിക ബാധ്യത തന്നെയാണ് മരണകാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. നാട്ടുകാരാണ് ഒരു വീടിന് പുറത്ത് കാർ നിർത്തിയിട്ടിരിക്കുന്നത് ആദ്യം കണ്ടത്. സംശയം തോന്നിയ നാട്ടുകാർ ഉടനെ തന്നെ കാർ പരിശോധിക്കുകയായിരുന്നു. തുടർന്നാണ് കാറിനകത്തു നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. തിങ്കളാഴ്ച പ്രവീൺ മിത്തലും കുടുംബവും പഞ്ച്കുലയിലെ ബാഗേശ്വർ ഡാമിൽ ആത്മീയ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയിരുന്നു. അവിടെ നിന്നും തിരിച്ച് ഡെറാഡൂണിലേക്കുള്ള യാത്രയിൽ വിഷം കഴിക്കുകയായിരുന്നു എന്നാണ് കണ്ടെത്തൽ. രാത്രി നടത്തത്തിന് പോയ വ്യക്തിയായിരുന്നു ഈ കാർ ആദ്യം കണ്ടത്. തന്റെ കാറിന് മുന്നിൽ പാർക്ക് ചെയ്ത കാർ കണ്ട ഇയാൾ വ്യത്യസ്തമായ രീതിയിൽ ഒരു ടവൽ കാറിന് പുറത്ത് തൂങ്ങിക്കിടക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു. ഒപ്പം നടന്ന നടപ്പാതയിൽ ഒരാൾ ഇരിക്കുന്നുമുണ്ടായിരുന്നു. ബാഗേശ്വർ ഡാമിൽ നിന്നും വന്നതാണെന്നും ഹോട്ടൽ കിട്ടാത്തതിനാൽ കാറിൽ എല്ലാവരും ഉറങ്ങുകയാണെന്നും ഇയാൾ പറഞ്ഞിരുന്നു. എന്നാൽ കാർ മാർക്കറ്റ് ഭാഗത്തേക്ക് മാറ്റിയിടാൻ നിർദ്ദേശിച്ചു. ഈ സമയത്ത് സംശയം തോന്നിയ വ്യക്തി കാറിലേക്ക് നോക്കിയപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. ദുർഗന്ധവും ചുറ്റുമുണ്ടായിരുന്നു. എല്ലാവരും മലർന്നാണ് കിടന്നിരുന്നത്. കൂടാതെ കാറിൽ ഛർദ്ദിച്ചതായും കണ്ടെത്തിയിരുന്നു. കാറിലും ദുർഗന്ധമുണ്ടായിരുന്നു. പുറത്തിരുന്ന ആളോട് എന്താണ് സംഭവിച്ചതെന്ന് ഇയാൾ ചോദിച്ചിരുന്നു. എല്ലാവരും ആത്മഹത്യ ചെയ്തുവെന്നും അടുത്ത 5 നിമിഷത്തിൽ താനും മരിക്കാൻ പോവുകയാണെന്നും സാമ്പത്തിക ബാധ്യതയാണ് മരണകാരണമെന്നും ഇയാൾ പറഞ്ഞിരുന്നു എന്നും മൃതദേഹം കണ്ട കാൽനടക്കാരൻ പറഞ്ഞു. പഞ്ച്കുല ഡെപ്യൂട്ടി കമ്മീഷണർ ഹിമാദ്രി കൗശിക്, ഡെപ്യൂട്ടി കമ്മീഷണർ ലോ ആൻഡ് ഓർഡർ അമിത് ദഹിയ എന്നിവരുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.